ഹായ് മക്കളെ, നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി ആണ്. അതുപോലെ തന്നെ ശ്രീമത് സർ ഉണ്ട്. യെസ് മക്കളെ, അപ്പൊ നിങ്ങൾ ഈ പബ്ലിക് എക്സാം അടിപൊളിയായിട്ട് എഴുതി കൊടുക്കുക അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ്. നിങ്ങൾ റിസൾട്ട് എന്നാണ് പബ്ലിഷ് ചെയ്യുക എന്നാണ് ഇപ്പൊ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഓക്കെ, അതെ, ന്യൂവസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഡേറ്റ് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതുപോലത്തെ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്നത് റേസ് ഏകൻ തന്നെയാണ്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡേറ്റും കാര്യങ്ങളും നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. യെസ് മക്കളെ, ഈ മാർച്ച് മാസം നിങ്ങൾ എക്സാം അവസാനിക്കുകയാണല്ലോ. അതിനുശേഷം കറക്റ്റ് 1 വീക്കിന് ശേഷം നിങ്ങളെ എന്താണ് മൂല്യനിർണ്ണയം ആരംഭിക്കാൻ പോവാണ്. അതായത് ഏപ്രിൽ 3-ാം തീയതി മുതൽക്കാണ് നമ്മുടെ ഇൻസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ഘട്ടങ്ങളായിട്ടാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ഏപ്രിൽ 3 മുതൽക്ക് ഏപ്രിൽ 11 വരെയാണ് നമുക്ക് വരുന്നത്. അതായത് 8 ദിവസത്തോളം ഉണ്ടാവും. പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് വിഷു ഉള്ളതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിൽ 21-ാം തീയതി മുതൽക്ക് ഏപ്രിൽ 26-ാം തീയതി വരെയാണ് നമുക്ക് ഡേറ്റ് വരുന്നത്. കറക്റ്റ് പറയണ ഒരു 14 ദിവസം കൊണ്ട് അതങ്ങോട്ട് അവസാനിക്കും. കംപ്ലീറ്റ് ആയിട്ട് തീർക്കും. യെസ്, തീർച്ചയായിട്ടും. അപ്പോ എന്റെ ഒരു ഓർമ്മ ശരിയാണ് ടീച്ചറെ, കഴിഞ്ഞ വർഷം ഒരു മെയ് 8-ാം തീയതിയാണ് റിസൾട്ട് വന്നത് അല്ലെ? അതെ, കറക്റ്റ് ആണ്. ലാസ്റ്റ് ഇയറിൽ മെയ് 8 ആണെങ്കിൽ ഇത്തവണ കുറച്ചും കൂടി നേരത്തെയാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. ഈ ഇവാലുവേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മെയ് 5-ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കണ്ട. നമ്മളിപ്പോ കണ്ടന്റ് വീഡിയോ ആണെങ്കിലും അതേപോലെ തന്നെ ലൈവ് ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ എന്താണ് സെറ്റ് ആണ്. അപ്പം തീരെ എന്ത് വേണ്ട, ഭയം വേണ്ട, നമ്മുടെ കൂടെ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. യെസ്, ഈ ഒരു എക്സാം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇടാം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് സാധിക്കും, നല്ല മാർക്ക് വാങ്ങാനും പറ്റും. സോ നിങ്ങൾ മാക്സിമം കോണ്ടന്റ് വീഡിയോസും ലൈവ് ക്ലാസ്സുകളും കാണുക. ഷാർപ്പ് 5 മണിക്ക് നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് ലൈവ് ക്ലാസ്സുകൾ ഡെയിലി നടക്കുന്നുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എക്സാം നല്ല സൂപ്പറായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. തീർച്ചയായിട്ടും. എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.